بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم النبي أولى بالمؤمنين من أنفسهم صدق الله العلي العظيم وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. സമാദരണീയരായ PCH ഉസ്താദ്, മറ്റു പണ്ഡിതന്മാർ, സ്നേഹനിധികളായ ഈ മഹനീയ സംരംഭത്തിന്റെ സ്നേഹികളും സഹകാരികളുമായ സഹോദര സഹോദരിമാർ, കരളിന്റെ കഷ്ണങ്ങളായ മുത്തഴല്യം സുഹൃത്തുക്കൾ, ഈ പ്രദേശത്തെ നല്ലവരായ കാരണവന്മാർ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, നീണ്ട ഒരു പ്രഭാഷണത്തിനു പറ്റിയ സമയമല്ലെന്ന് അറിയാവുന്നതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഇതുവരെ നടന്ന മൗലിദുകളിലെ ഏറ്റവും വലിയ അത്ഭുത ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന സിദ്ദീഖ് തങ്ങളുടെ മൗലിദ് ഓതിയുള്ള ആത്മാർത്ഥമായ ദുആ കാത്തിരിക്കുകയാണ് നാം എല്ലാവരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മിസ്കീന്മാരായ നമ്മുടെ ഈ കൂടലും വിരിയലും ഈ സ്ഥാപനവും ഈ മഹനീയ മജ്‌ലിസുമായി നാം പുലർത്തിപ്പോരുന്ന ബന്ധങ്ങളും നമ്മുടെ ദീനും ദുനിയാവും ആഖിറവും വിജയിച്ചു കിട്ടാനുള്ള കാരണമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. നേർക്കുനേറും ഓൺലൈനുമായി ബന്ധപ്പെട്ട് വേണ്ട സഹകരണങ്ങളും സഹായങ്ങളും ഒത്താശകളുമെല്ലാം ചെയ്യുന്ന എല്ലാവരിൽ നിന്നും പടച്ച റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. ഒരുപാട് സന്തോഷം ഈ സദസ്സ് കാണുമ്പോൾ എനിക്കുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തവണകൾ വന്നിട്ടുണ്ടെങ്കിലും ഈ പുരോഗതിയും ഈ സൗകര്യങ്ങളും ഇത്രയായതിനു ശേഷം ആദ്യമായിട്ടാണ് കാണുന്നത്. പുറമെ എല്ലാ സദസ്സുകളിലും ഭക്ഷണവും ചീർണിയും മറ്റുമെല്ലാം നാട്ടിലെ ഏതെങ്കിലും പ്രമുഖരായ ധനികന്മാര്, ഹാജിമാര്, കാരണവന്മാർ ഒക്കെ നൽകുന്നതാണ് കാണപ്പെടാറുള്ളതെങ്കിൽ ഇന്ന് പായസം ഒരു ഫാളിലി ഉസ്താദിന്റെ വക, ഭക്ഷണം തബറുക്ക് ഭക്ഷണം ഹനീഫ മുസ്ലിയാർ അറിയപ്പെട്ട പ്രഭാഷകനും പണ്ഡിതനും മുദരിസുമാണ്, അവരുടെ വക. എല്ലാം ഈ സദസ്സ് കണ്ടും കൊണ്ടും നേട്ടങ്ങൾ അനുഭവിച്ചതിന്റെ ഫലമാണെന്ന് നമുക്കാർക്കും സംശയിക്കേണ്ടതില്ല. എല്ലാ നല്ലവരും അംഗീകരിച്ച ഒരു സദസ്സാണ് നമ്മുടെ ഈ സദസ്സ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്റെ ശരീരത്തിലും പല ഭാഗത്തുമുള്ള വേദനകൾ, ഈ സദസ്സിൽ പങ്കെടുത്തവരിലുമുള്ള എല്ലാ വിഷമങ്ങൾ എല്ലാം ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. ആമീൻ. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവേശമാണ് റബീഉൽ അവ്വൽ. അവർക്ക് ആനന്ദമാണ് പവിത്രമായ മദീന. അത് വിശ്വാസത്തിന്റെ വലിയ ഒരു ഭാഗമാണ്.
യഥാർത്ഥ ഈമാനാണോ കൽബിലുള്ളത്? റബീഉൽ അവ്വൽ എന്ന് കേൾക്കുമ്പോഴേക്ക് അവരുടെ മനസ്സകം കുളിരണിയും. മദീന എന്ന് കേൾക്കുമ്പോഴേക്ക് അവർക്ക് ആവേശമാകും. ഒരു സംശയവുമില്ല, ഈമാനിന്റെ അടയാളമാണത്. ഈമാൻ എന്ന് പറഞ്ഞാൽ അതാണ്. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടങ്ങാത്ത, ഒടുങ്ങാത്ത മഹബ്ബത്ത് ഖൽബിന്റെ ഉള്ളിൽ രൂഢമൂലമായാൽ മാത്രമേ അവന്റെ ഖൽബിൽ ഈമാൻ ഉണ്ടെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ആ സ്നേഹമാണ് ഈമാനിന്റെ ആണിക്കല്ല്. നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആഴ്ചകൾ കഴിഞ്ഞാൽ, ഇന്ന് 14-ാം രാവിലാണ് നമ്മൾ ഉള്ളത്, 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മളിലേക്ക് കടന്നു വരുന്നത് വിശ്വാസി ലോകത്തിന്റെ മനസ്സിന്റെ ആശയും ആവേശവുമായ ആനന്ദമായ പരിശുദ്ധമായ റബീഉൽ അവ്വലാണ്. തുടക്കം മുതൽ അവസാനം വരെ ആത്മാർത്ഥമായി നമുക്ക് ഉപയോഗപ്പെടുത്തണം. എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്ത് ആർക്കൊക്കെ പരിഗണന നൽകിയിട്ടുണ്ടോ, ആരെയെല്ലാം അംഗീകരിച്ചിട്ടുണ്ടോ, ആരെയെല്ലാം പേരും പെരുമയും ലോകത്ത് നിലനിർത്തിയിട്ടുണ്ടോ, ആർക്കെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സ്വീകാര്യതയും അവന്റെ സ്നേഹവും ആർക്കൊക്കെ നൽകിയിട്ടുണ്ടോ, എവിടെ നമ്മൾ പരിശോധിച്ചാലും എല്ലാം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന് ഹേതുവായ ലോക മുസ്ലിമീങ്ങളുടെ അജയ്യനായ നായകൻ, നമ്മുടെ കണ്ണിലുണ്ണിയായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടുപ്പവും സ്നേഹവും എത്ര കണ്ട് ആർക്കെല്ലാം ഉണ്ടോ അതിന്റെ തോതനുസരിച്ചാണ് അല്ലാഹു ലോകത്ത് ആർക്കും അംഗീകാരം നൽകിയിട്ടുള്ളൂ. അവിടുത്തെ തിരുപ്പിറവിക്ക് ശേഷം മാത്രമല്ല, അതിന്റെ മുമ്പും പ്രപഞ്ചത്തിന്റെ തുടക്കം മുതലേ ഹബീബായ തങ്ങളോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആർക്കും അല്ലാഹു പരിഗണന നൽകിയിട്ടുള്ളത്. മഹാനായ ആദ്യത്തെ പ്രവാചകനും ആദ്യ മനുഷ്യനും അബൂന അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം. ആ ആദ്യ മനുഷ്യനെ തന്നെ അല്ലാഹു പരിഗണിക്കുന്നത് പേരക്കുട്ടിയായി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ജനിക്കാൻ പോകുന്ന ഈ പേരക്കുട്ടിയെ തവസ്സുൽ ചെയ്ത് അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോഴാണ്. അന്തല്ലദീ ലമ്മാ തവസ്സല ആദമു മിൻ സല്ലത്തിൻ ബിക ഫാസ വഹുവ അബാക. നബിയെ തങ്ങൾ ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം പോലും തങ്ങളെ പിടിച്ച് പറഞ്ഞപ്പോഴാണ് പടച്ച റബ്ബ് തങ്ങളുടെ തൗബ സ്വീകരിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാമിന്റെ പോലും തൗബ നബി തങ്ങളെ പറഞ്ഞപ്പോഴാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. എവിടുന്നാണ് മുഹമ്മദിനെ നിങ്ങൾ പഠിച്ചതെന്ന് ആദം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യത്തിന്, അള്ളാഹുവേ എന്നെ പടച്ച് എന്റെ കണ്ണ് കീറി തന്ന് ഞാൻ ആദ്യമായി നോക്കുന്നത് സ്വർഗത്തിന്റെ കവാടത്തിലേക്കാണ്. അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്റെ പേരിന്റെ കൂടെ എഴുതപ്പെട്ടിരിക്കുന്നു ഒരു പടപ്പിന്റെ പേര്. ഞാൻ അപ്പോൾ ചിന്തിക്കുന്നുണ്ട്, അർശ് എന്ന മഹാസൃഷ്ടിയുടെ അടിഭാഗത്ത് അതാ എഴുതി വച്ചിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ജറകിലത എഴുത്ത് കാണുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗത്തിലെ ബൾബുകളിൽ ലൈറ്റുകളിൽ മുഴുവനും ഒരു മുദ്രണം കാണുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗത്തിലെ മുഴുവൻ വൃക്ഷങ്ങളിലെയും കായക്കനികളിൽ അതിന്റെ മുഴുവൻ ഇലകളിലും ഒരു സീല് കാണുന്നുണ്ട്. നോക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
ആദം നബി അലൈഹിസ്സലാം പറയുന്നു, അത്യാദരണീയമായ ഏതൊക്കെ സൃഷ്ടികളുണ്ടോ എല്ലാ സ്ഥലങ്ങളിലും നിന്റെ പേരിന്റെ കൂടെ ഒരാളുടെ പേര് എഴുതപ്പെട്ട് കണ്ടു. അത് നിന്റെ പടപ്പുകളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതിനാൽ അവിടെ നിന്നും മനസ്സിലാക്കി പറഞ്ഞതാണ്, മുഹമ്മദിന്റെ ബറക്കത്ത് കൊണ്ട് എന്നെ സ്വീകരിക്കണേ. ജനിച്ചിട്ടില്ല, ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം ജനിക്കാൻ പോകുന്ന ഹബീബായ തങ്ങളുടെ പേര് പറഞ്ഞാണ് ആദം നബി അലൈഹിസ്സലാം പോലും അല്ലാഹുവിങ്കലിൽ അംഗീകരിക്കപ്പെടുന്നത്. ലോകത്താർക്ക് അംഗീകാരം കിട്ടിയതും ഹബീബായ തങ്ങളുമായുള്ള ബന്ധം പറഞ്ഞുകൊണ്ടാണ്. ആ സ്നേഹത്തിന്റെ തോതനുസരിച്ചാണ് അള്ളാഹു അവർക്ക് സ്നേഹം കൊടുക്കുന്നത്. ആരാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും ഏതു മഹാന്മാരെ പുകഴ്ത്തിയാലും അതെല്ലാം ഹബീബായ തങ്ങളാകുന്ന ലൈറ്റ് ഹൗസുമായുള്ള കണക്ഷൻ പരിഗണിച്ചാണ്. ജീലാനി തങ്ങളെ ആണ്ട്, ജീലാനി തങ്ങളെ മൗലിദ്, റിഫാഴി തങ്ങളെ മൗലിദ്, മമ്പുറം തങ്ങളെ മൗലിദ്. ഇനി ഈ മാസം 24-ന് പുത്തമ്പള്ളിയിൽ കിടക്കുന്ന കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ മൗലിദ് 115-ാമത്തെ ആണ്ട് ഇതാ വരുന്നു. ഏത് മഹാന്മാരുടെ ആണ്ടാണെങ്കിലും ഏത് മഹാന്മാരുടെ മൗലിദാണെങ്കിലും ബദരീങ്ങളുടെ മൗലിദ്, ബദരീങ്ങളുടെ അസ്മാ എന്ത് ചൊല്ലുകയാണെങ്കിലും അവിടെയെല്ലാം നമ്മൾ ഫാത്തിഹ വിളിക്കുന്നത് ഹബീബായ തങ്ങളിലേക്കാണ്. ബദരീങ്ങളെ വലിയ യാസീനോദാണെങ്കിലും ആരുടെ പേരിൽ യാസീനോദാണെങ്കിലും ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. ഏത് മഹാന്മാരിലേക്കാണെങ്കിലും ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പേരിലാണോ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ പേരിലാണോ, ഖിളിർ നബി അലൈഹി ഇസ്ലാമിന്റെ പേരിലാണോ, ഏത് അമ്പിയാക്കളുടെ പേരിലാണെങ്കിലും യാസീൻ ഓതുമ്പോൾ ഫാത്തിഹ വിളിക്കേണ്ടത് എങ്ങോട്ടാണ്? ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ, ഹബീബായ തങ്ങളിലേക്ക്. എല്ലാ മഹാന്മാരും മഹാന്മാരായത്, അള്ളാഹുവിങ്കലിൽ അംഗീകാരം ലഭിച്ചത്, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി മാറിയത്, അള്ളാഹുവിന്റെ സ്നേഹം സമ്പാദിച്ചത്, അവന്റെ സ്നേഹഭാജനമായ ഈ പ്രപഞ്ചമെല്ലാം പടക്കാൻ കാരണക്കാരനായ ഹബീബായ തങ്ങളോടുള്ള ബന്ധം പരിഗണിച്ച ആ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സിദ്ദീഖിയ മജ്ലിസ്. എന്തേ സിദ്ദീഖ് തങ്ങളെ തെരഞ്ഞെടുക്കാൻ കാരണം? ഈ പാരമ്പര്യത്തിൽ നമ്മൾ പഠിച്ചാൽ, പ്രവാചക പരമ്പര മാറ്റിവെച്ചാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ ഹബീബിനെ മഹബത്ത് വെച്ച മഹാൻ ഈ ഉമ്മത്തിൽ എന്നല്ല, പ്രവാചകന്മാരെ മാറ്റിവെച്ചാൽ കോടാനുകോടി ജനസഞ്ചയത്തിൽ അള്ളാഹുവിങ്കലിലേക്ക് ഏറ്റവും അടുത്ത മഹാനായ സിദ്ദീഖ് തങ്ങളാണ് റളിയല്ലാഹു അൻഹു. നല്ല കാതലാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. ഈ സ്ഥാപനവും ഈ മജ്ലിസുമായി ബന്ധപ്പെടുന്നവരും നല്ല ഉറപ്പുള്ള കയറാണ് പിടിച്ചിട്ടുള്ളത്. ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുകയില്ല. അശദ്ദുന്നാസി ഹുബ്ബൻ ലിറസൂലില്ലാഹ്, ഹബീബായ തങ്ങളോട് മനുഷ്യകുലത്തിൽ ഏറ്റവും ശക്തമായ മഹബത്ത് വെച്ച മഹാനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതിനാൽ തന്നെ അക്മലുന്നാസി ഈമാനാ, ഈമാനിൽ ഏറ്റവും സമ്പൂർണ്ണൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. രണ്ട് ചോദ്യത്തിനും ഒരേ ഉത്തരമാണ്. ജനങ്ങളിൽ ഹബീബായ തങ്ങളെ ഏറ്റവും മഹബത്ത് വെച്ചതാരാണോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ജനങ്ങളിൽ ഈമാനിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാരാണ്? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാന്മാര് പറയുന്നു, ഈമാൻ എന്ന് പറയുന്നത് ഹബീബായ തങ്ങളോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയാണ് നമ്മുടെ വിഷയം. നമ്മുടെ നാട്ടിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്, വിദേഹത്തിന്റെ കക്ഷികളായി. ഇന്ന് ആ വിഷയത്തിൽ കുറച്ച് പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ്. ഗൾഫിൽ 2 കൊല്ലം നിന്ന് പോരുമ്പോഴേക്ക് റബീഉൽ അവ്വൽ കൈയൊഴിയുന്നവർ, മൗലിദിനെ മാറ്റി നിർത്തുന്നവർ, മരണപ്പെട്ടവരോടുള്ള എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളയുന്നവർ, അങ്ങനെ അതൊരു ഫാഷനായി മാറിയ ഒരു കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അല്ലാഹു
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബിദ്അത്ത് എന്ന മഹാരോഗത്തിൽ നിന്ന് പാവപ്പെട്ട നമ്മുടെ ഈമാനെ സലാമത്താക്കുമാറാകട്ടെ. അത്തരം ഗുരുതരമായ രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ഖൽബിനെ രക്ഷപ്പെടുത്തലാണ് ഈ തരം സ്ഥാപനങ്ങളും സദസ്സുകളുമായിട്ടുള്ള നമ്മൾ ആത്മാർത്ഥമായി ബന്ധം വെച്ച് പുലർത്തുന്നതും നമ്മുടെ വലിയ വലിയ ഉസ്താദുമാർ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു തരുന്നതും നമ്മുടെയൊക്കെ ഈമാൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. എന്റെ മോമിനീങ്ങളെ, ഹബീബായ തങ്ങളോടുള്ള ബന്ധമാണ് അല്ലാഹു ഇഷ്ടപ്പെടാൻ ഏറ്റവും നമുക്ക് വേണ്ടത്. അങ്ങനെ മാത്രമേ അല്ലാഹു ആരെയും പരിഗണിച്ചതായി നമ്മൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. തങ്ങളോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തങ്ങളോടുള്ള മഹബത്ത് മാത്രല്ല, ആരോടുള്ള സ്നേഹം നോക്കിയാലും ആ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് കെട്ടിക്കിടന്ന് നാറുന്ന ഒരു തടാകം അല്ല സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ കവിഞ്ഞു ഒഴുകുന്ന ഒരു പുഴയാണ്, കെട്ടിക്കിടക്കുന്ന തടാകം അല്ല. കവിഞ്ഞു ഒഴുകുന്ന പുഴയാണ് എന്ന് പറഞ്ഞാൽ ഒരാളെ മനസ്സറിഞ്ഞ് മഹബത്ത് വെച്ചാൽ ആ സ്നേഹം പല ഭാഗത്തേക്കും ഒഴുകി നടക്കും. അങ്ങനെയാണ് യഥാർത്ഥ സ്നേഹം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മുടെ ഖൽബിൽ യഥാർത്ഥ മഹബത്തുണ്ടോ? റബീഉൽ അവ്വൽ എന്ന് കേൾക്കുന്നത് നമുക്ക് ആവേശമായി മാറും. മദീന എന്ന് കേൾക്കുന്നത് നമുക്ക് സന്തോഷമായി മാറും. ഹബീബായ തങ്ങളുടെ സുന്നത്താണെന്ന് അറിയുമ്പോൾ അതിനോട് പ്രത്യേക പ്രതിപത്തി തോന്നും. ഹബീബായ തങ്ങളുടെ കുടുംബത്തിൽ ജനിച്ച അഹ്ലു ബൈത്താണെന്ന് അറിയുമ്പോൾ അവരോട് പ്രത്യേക സ്നേഹം തോന്നും. ഹബീബായ തങ്ങളുടെ അനന്തര സ്വത്താകുന്ന ഇൽമ് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണെന്ന്, ഇൽമിന്റെ അഹരികാരാണെന്ന് അറിയുമ്പോ അവരോട് പ്രത്യേക പരിഗണന തോന്നും. ഇതെല്ലാം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നത് ഹബീബായ തങ്ങളുടെ ഇഷ്ടക്കനിയായത് കൊണ്ടാണ്. ലോകത്ത് കാണുന്ന എല്ലാ സ്നേഹവും നമ്മളുടെ അടിയാധാരം ഹബീബായ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗങ്ങളായി മാറണം. അതിന്റെ കൊമ്പുകളും ചില്ലകളും ശാഖകളുമായി കാണണം. എല്ലാ സ്നേഹവും ഈമാനുള്ളവർക്ക് അങ്ങനെയാണ്. തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗം. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസി അവന്റെ കലാമാകുന്ന ഖുർആനിനെ സ്നേഹിക്കാതിരിക്കുകയില്ല. അവന്റെ വീടാകുന്ന പള്ളി ആദരിക്കാതിരിക്കുകയില്ല. അവന്റെ ഹബീബായ മുത്തുനബിയെ സ്നേഹിക്കാതിരിക്കാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിക്ക് കഴിയൂല. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തം ജീവനല്ലേ ഏത് മനുഷ്യനിക്കും വലുത്. ആ ജീവനേക്കാളും ഒരു വിശ്വാസിക്ക് വലുത് അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകണം. പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. ഈമാനുള്ളവർക്ക് സ്വന്തം ജീവനേക്കാളും വലുത് പ്രവാചകനാകണം. ഓരോരുത്തരും അവരവരുടെ നെഞ്ചത്തൊന്ന് കൈവച്ച് ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ഖൽബിൽ ഏത് സ്നേഹമാണ് ഉള്ളത്? എനിക്കെന്റെ രക്ഷിതാക്കളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് കാര്യമായി ചില സംഗതി സൂചിപ്പിക്കാനുണ്ട്. ഇന്ന് നമ്മൾ വളരെ ബേജാറുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. ഓരോ ദിവസവും നമ്മുടെ ചെറുപ്പക്കാരുടെ, പുതിയ തലമുറയുടെ വിശ്വാസത്തിന് പോറൽ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈമാനിൽ കാതലായ പരുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിലും മറ്റ് സാധ്യതകളും ഉപയോഗിച്ച് യുക്തിവാദികളും നിരീശ്വരവാദികളും പുത്തൻ ചിന്താഗതിക്കാരുടെയും ചാനലുകൾ തുറന്ന് പണ്ഡിതന്മാരെയും ഇസ്ലാമിനെയും അവഹേളിക്കുന്നതും നിസ്സാരപ്പെടുത്തുന്നതും പരിഹസിക്കുന്നതും ആവേശമായി കാണുന്ന സുന്നികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറുപ്പക്കാർ എത്രയാണ് ദിവസേന അത് ഉപയോഗപ്പെടുത്തുന്നത്? മഹാന്മാരായ സുന്നി പണ്ഡിതന്മാരുടെ ഉജ്ജ്വല മറുപടികൾ തുറന്ന് കേൾക്കാനോ കാണാനോ അവസരം കാണാതെ ഈ തരം ബന്ധങ്ങൾ പുലർത്തുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഓരോ ദിവസം
ദിവസവും വിശ്വാസം തകർന്നുകൊണ്ടിരിക്കുന്നു, ഇസ്ലാമിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു, ഇസ്ലാമിനോട് അവർക്ക് പുച്ഛ മനോഭാവം തോന്നിക്കൊണ്ടിരിക്കുന്നു. വളരെ ബേജാറുള്ള ഒരു കാലഘട്ടമാണ്. പുതിയ തലമുറക്ക് സ്നേഹമൊക്കെ വഴിമാറി ഓടുകയാണ്. ഏതൊക്കെയോ കോമരങ്ങളെയും ഏതൊക്കെയോ ഫുട്ബോളർമാരെയും ഏതൊക്കെയോ പോപ്പ് ഗായകന്മാരെയും ക്രിക്കറ്റ് താരങ്ങളെയും സിനിമാ നടികളെയും നടന്മാരെയും ഏതൊക്കെയോ കോമാടികളെയും ഏതൊക്കെയോ കോമഡിക്കാരെയും ഏതൊക്കെയോ ആരൊക്കെയോ സ്നേഹിച്ച് അവരുടെ തുള്ളലിനനുസരിച്ച് തുള്ളി വെറും ചിരിയും കളിയും തമാശയുമായി ബലപ്പെട്ട നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും വലുത് കളിയും തമാശയുമാണ്. ചിരിക്കണം, ചിരിക്കണം, വീണ്ടും ചിരിക്കണം, കോമഡികൾ കേൾക്കണം, പറയണം, അത് കാണണം. ചിരിയോട് ചിരി, വേറെ ഒരു വിഷയവും നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു അജണ്ടയുമില്ല. എത്രമാത്രം ഗുരുതരമായ അവസ്ഥയാണിത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മോമിനീങ്ങളെ, ഞാൻ പറയുന്നത്, ആരെയാണ് ഒരു വിശ്വാസി സ്നേഹിക്കേണ്ടത്? നമ്മുടെ സ്നേഹത്തിനൊരു നിയമമുണ്ട്. കാണുന്നവരെ മുഴുവനും സ്നേഹിക്കാൻ നമുക്ക് പറ്റൂല. കാണുന്നവരെ മുഴുവനും വെറുക്കാൻ നമുക്ക് പറ്റൂല. നമ്മുടെ വെറുപ്പിന് നിയമമുണ്ട്, നമ്മുടെ സ്നേഹത്തിന് നിയമമുണ്ട്, നമ്മുടെ ചിരിക്ക് നിയമമുണ്ട്, നമ്മുടെ കരച്ചിലിന് നിയമമുണ്ട്, നമ്മുടെ എല്ലാ ചലനങ്ങൾക്കും നിയന്ത്രണങ്ങളുണ്ട്. മുസ്ലിമായ മനുഷ്യനെന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാരെയും സ്നേഹിക്കാൻ പറ്റൂല. ലോകത്തെ ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. തങ്ങൾ തന്നെ പറഞ്ഞതാണ്, നിന്നെ പെറ്റുപോറ്റിയ ഉമ്മയോടുള്ള സ്നേഹത്തെക്കാളും, നിന്റെ സ്വന്തം ജീവനെക്കാളും, നിന്റെ പിതാവിനെക്കാളും, എന്തിനേക്കാളും ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ടവനായി മാറണം, എങ്കിലേ നിന്റെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. ലാ യുഅ്മിനു അഹദുക്കും, നീ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ആർക്കെങ്കിലും ധൈര്യം വരെ അങ്ങനെ പറയാൻ? ഞാനോ നിങ്ങളോ ഒരാളോട് പറഞ്ഞു നോക്കട്ടെ, എന്റെ അമ്മാനിപ്പാനി സ്നേഹിക്കണിയിലേറെ ജിന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ അടിയണ കൊള്ളു. ഒരു ലോകത്ത് അങ്ങനെ ഒരു മനുഷ്യന് മാത്രമേ ധൈര്യമുള്ളൂ. കാരണം ഉമ്മയെക്കാളും ഉപ്പയെക്കാളും എത്രയോ അപ്പുറമാണ് മഹാനായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നബിയെ, തങ്ങൾ ഞങ്ങളുടെ ഉമ്മയാണ്, ഉപ്പയാണ്, അതൊന്നുമല്ല. അവരെക്കാളും എത്രയോ മുകളിലാണ്. സ്വന്തം ഉമ്മയിലും ഉപ്പയിലും തങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിന് സമാനമായ സ്നേഹം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഹബീബായ തങ്ങളുടെ മരണാസന്ന ഘട്ടം നമുക്കൊക്കെ അറിയാം. ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു, ഹബീബായ തങ്ങൾ അവരെ വരുത്തുന്നു. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഇസ്രായീൽ അലൈഹിസ്സലാം തന്നോട് കൂടിയാലോചിക്കുകയാണ്. ഇന്ന് വരെ ഞാനൊരു പടപ്പനെയും ഇങ്ങനെ സന്ദർശിച്ചിട്ടില്ലെന്ന് ഇസ്രായീൽ അലൈഹിസ്സലാം പോലും പറയുന്നു. ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ്, തങ്ങൾ റൂഹ് പിടിക്കാൻ സമ്മതം തന്നാൽ പിടിക്കാം, അല്ലെങ്കിൽ ഒഴിച്ചു വിടാം. ഇതാണ് എന്നോടുള്ള നിർദ്ദേശമെന്ന് ഇസ്രായീൽ അലൈഹിസ്സലാം പറയുന്നു. ഫമാ ബഅദഹു യാ ഇസ്രായീൽ, ഇസ്രായീലെ, എന്റെ റൂഹ് പിടിച്ചാ പിന്നെന്താ സംഭവിക്കുക? നബിയെ, തങ്ങൾക്ക് അള്ളാന്റെ അടുത്തേക്ക് പോകാം. അല്ലാ, ആ വാക്ക് കേട്ടപ്പോ പിന്നെ പിടിച്ചാ തരക്കടില്ല. അള്ളാന്റെ അടുത്തേക്കാണ് പോകാം. അള്ളാഹു തങ്ങളിലേക്ക് വല്ലാതെ ആശ വെച്ച് കാത്തിരിക്കുകയാണ് നബിയെ. വല്ലാഹു മുസ്താഖുൻ ഇലൈക് യാ റസൂലല്ലാഹ്. മരിച്ചാൽ അള്ളാന്റെ അടുത്തേക്ക് പോകാം. അപ്പോ ഇസ്രായീൽ അലൈഹിസ്സലാമിനോട് തങ്ങൾ ചോദിച്ചത് എന്താണ്? അതിനെ തരക്ത ജിബ്രീൽ. ജിബ്രീൽ എവിടെ? എന്റെ എല്ലാ സന്തോഷ സന്താപ ഘട്ടങ്ങളിലും എന്റെ വലങ്കായി നടക്കുന്ന ജിബ്രീൽ ഈ ഗുരുതരമായ സന്ധിയിൽ എവിടെ പോയി? ജിബ്രീലിനെ കാണുന്നില്ലല്ലോ. അപ്പൊ ഇസ്രായീൽ അലൈഹിസ്സലാമിന് ഇങ്ങനെ ഒരു സമ്മതം കൊടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിയ വിവരം കേട്ടിട്ട്
ജിബ്രീൽ അലൈഹിസ്സലാം വലിയ വിഷമത്തിലാണ്. തുഅസ്സി ഫീക്കൽ മലായിക, ഒന്നാം ആകാശത്തിൽ മറ്റുള്ള മലക്കുകളെല്ലാം കൂടി ജിബ്രീൽ അലൈഹിസ്സലാമിനെ ആ സങ്കടത്തിൽ നിന്ന് സമാധാനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബായ തങ്ങളുടെ റൂഹ് പിടിക്കാൻ അസ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങിയിട്ടുണ്ടെന്ന വിവരം കേട്ടു ജിബ്രീൽ അലൈഹിസ്സലാം വല്ലാത്ത വിഷമത്തിലാണ്. ഒന്നാം ആകാശത്തിലുണ്ട്. ഞാൻ പോരുന്ന സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാം പറയുന്നു, ഉടനെ നബി തങ്ങൾ പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാമിനെ വേഗം ഇവിടെ എത്തിക്കണം, അവരോട് എനിക്ക് സമ്മതം ചോദിക്കണം. അവരുടെ സമ്മതം ലഭിച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. ഉടനടി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ സന്നിഹിതനാകുന്നു. എന്താ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് തങ്ങൾ ചോദിച്ചത്? ഓ ജിബ്രീൽ അലൈഹിസ്സലാം, ഇങ്ങനെ ഇസ്രായേൽ ചോദിക്കുന്നുണ്ട്, എന്താണ് വേണ്ടത്? തങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉടനടി തങ്ങൾ പറയുന്നു, മൻലി ഉമ്മത്തി ബഅദീ, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ ശേഷം ഇവിടെ നല്ല ഒരു സംഘം വരാനുണ്ട്. നമ്മുടെ സിദ്ദീഖിയ മജ്ലിസിന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരടക്കം, അതിന്റെ സഹകാരികളും സ്നേഹികളും അടക്കം, എന്നെ സ്നേഹിക്കുന്ന, എന്നെ എല്ലാം മറന്ന് സ്നേഹിക്കുന്ന വലിയ ഒരു സംഘം എന്റെ മരണശേഷം ഇവിടെ വരാനുണ്ടല്ലോ. അവർക്ക് ആരാണുണ്ടാവുക? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് തങ്ങൾ ചോദിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ഞാൻ മരിച്ചതിന്റെ ശേഷമാണ് എന്നെ ശരിക്കും മഹബത്ത് വെക്കുന്നവർ ഇവിടെ വരാൻ പോകുന്നത്. എന്നെ ശരിക്കും മഹബത്ത് വെക്കുന്നവർ എന്റെ മരണശേഷമാണ് വരാൻ പോകുന്നത്. ഏതാണ് ആ മഹബത്ത് വെക്കുന്നവരുടെ അടയാളം? അവരുടെ പ്രത്യേകത എന്താണ്? നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവർക്കാരുണ്ടാകുക? ഞാൻ ഇവിടുന്ന് പോയാൽ സുബ്ഹാനല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാം അതിൽ അങ്കലാപ്പിലായി. ഉടനടി പടച്ച റബ്ബിന്റെ വിവരം വന്നു, ഹബീബായ തങ്ങളെ ലാ അഖ്ദുലുക ഫീ ഉമ്മത്തിക അബദാ, തങ്ങളോട് മഹബത്ത് നല്ലവണ്ണം വെച്ചു പുലർത്തുന്ന ഉമ്മത്തിന് അല്ലാഹു ഒരിക്കലും നിന്ദ്യരാക്കുകയില്ല. അല്ലാഹു അവരെ മാനം കെടുത്തുകയില്ല. അല്ലാഹു അവരുടെ എല്ലാ സംരക്ഷണവും ഏറ്റെടുത്തിട്ടുണ്ട്. ഒരൊറ്റ നിബന്ധനയാളുള്ളത്, തങ്ങൾ അവരിൽ വേണം, തങ്ങൾ അവരുടെ വീട്ടിൽ വേണം, അവരുടെ സദസ്സിൽ വേണം, അവരുടെ സ്ഥാപനങ്ങളിൽ വേണം, അവരുടെ ജീവിതത്തിൽ വേണം, അവരുടെ റബീഉൽ അവ്വലിൽ വേണം, അവരുടെ ഖൽബാകുന്ന പളുങ്കു കൊട്ടാരത്തിൽ തങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം ഈ ഉമ്മത്തിന് അല്ലാഹു മാനം കെടുത്തുകയില്ല, ശിക്ഷിക്കുകയില്ല. അല്ലാഹു മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോ, ഇദൻ ഖറത്ത് ഐനി യാ ജിബ്രീൽ, ഇപ്പോഴാണ് എന്റെ മനസ്സിനൊരു സമാധാനമായത്. മാത്രമല്ല ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, തങ്ങളുടെ റൂഹ് പിടിച്ചാൽ തങ്ങളുടെ ഈ ഭൗതിക ബോഡി ശരീരം എവിടെയാണ് വെക്കേണ്ടത്? ആകാശത്തേക്ക് കൊണ്ടുപോകണമോ? സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമോ? എവിടേക്ക് കൊണ്ടുപോകണമെന്ന തങ്ങളുടെ ആഗ്രഹം. അവിടേക്ക് കൊണ്ടുപോകും. ഈ ഭൗതിക ശരീരം എവിടെ വെക്കണമെന്ന ചോദ്യത്തിന് ഹബീബായ തങ്ങൾ മരണം തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ച അവസാന ഘട്ടത്തിലുള്ള മറുപടി എന്താണെന്നറിയോ? എന്റെ ഉമ്മത്ത് വസിക്കുന്ന ഭൂമിയിലാകണം എന്റെ ശരീരം വെക്കേണ്ടത്. എന്റെ ഉമ്മത്തിനെ എനിക്ക് കാണണം, എന്റെ ഉമ്മത്തിനെ എനിക്കറിയണം, അവരുടെ എല്ലാം എനിക്ക് അനുഭവിക്കണമെന്ന് മരണഘട്ടത്തിൽ ഹബീബായ തങ്ങൾ പറഞ്ഞ മറുപടിയാണ്. സ്വർഗത്തിലേക്ക് എന്റെ ശരീരം കൊണ്ടുപോകണ്ട, ആകാശഗോളങ്ങളിലേക്ക് കയറ്റി കൊണ്ടുപോകണ്ട, എന്റെ ഉമ്മത്ത് വസിക്കുന്ന എന്റെ സ്വന്തം ഭൂമിയിൽ എന്റെ ശരീരം വെക്കണമെന്ന നിർദ്ദേശമാണ് തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ആലോചിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങൾ എന്നിട്ടും സങ്കടപ്പെടുകയാണ്. എന്തേ നബിയെ തങ്ങൾക്ക് ഇനി വിഷമം? എന്റെ ഉമ്മത്തിന്റെ കാര്യം തന്നെ വീണ്ടും വീണ്ടും അത് പറയുകയാണ്. ഏത് ഉമ്മയാണ്, ഏത് ഉപ്പയാണ് നമ്മുടെ കാര്യത്തിൽ ഇത്ര സങ്കടപ്പെടുന്നത്?
ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹത്തിന് പരിധിയുണ്ട്. മാതൃസ്നേഹം ഏറ്റവും മഹത്തരമെന്ന് പ്രകൃതി പോലും അംഗീകരിക്കുന്നതാണ്. ഒരു മാതാവിന്റെ സ്നേഹം ലോകത്ത് തുല്യതയില്ലാത്ത സ്നേഹമാണ്. പക്ഷേ അത് ഈ സ്നേഹത്തിന്റെ അയലത്തെത്തുകയില്ല. ഹബീബായ തങ്ങളോട് വീണ്ടും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉത്തരം വരുന്നു. വഅന്നൽ ജന്നത മുഹറമത്തുൻ അലൽ ഉമം ഹത്താ തദ്ഖുലഹാ ഉമ്മതുക യാ റസൂലല്ലാഹ്. നാളെ സ്വർഗം തങ്ങൾ അതിന്റെ വാതിൽ പിടിച്ചു ഉദ്ഘാടനം ചെയ്ത് സ്വർഗത്തിലേക്ക് തങ്ങൾ കടന്ന് രണ്ടാമതായി സ്വർഗത്തിൽ കാലുറപ്പിക്കുന്നത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ലോകത്തിന്റെ നേതാവിന്റെ എല്ലാ രംഗത്തും വലങ്കയ്യായി രണ്ടാമനായി നിലകൊള്ളാൻ അല്ലാഹു മഹാഭാഗ്യം കൊടുത്ത, ഇപ്പോഴും റൗള മുശറഫയുടെ ചാരത്ത് ഹുജ്റത്തു ശരീഫയിൽ തങ്ങളോട് ചാരി രണ്ടാമനായി കിടക്കുന്ന, നാളെ ഹൗലുൽ കൗസറിന്റെ സമീപം രണ്ടാമനായി വലങ്കയ്യായി സേവനം ചെയ്യുന്ന, സ്വർഗത്തിലേക്ക് രണ്ടാമനായി കടക്കുന്ന ഹബീബായ തങ്ങളെ, ആ സ്വർഗത്തിൽ ആദ്യമായി തങ്ങളെ ഉമ്മത്തിൽ ആ സ്വർഗസ്ഥരാകുന്ന ആളുകൾ കയറി സീറ്റ് റിസർവർ ചെയ്യാതെ ഒരു പ്രവാചകനിക്കും ഉമ്മത്തിനിക്കും ആ സ്വർഗത്തിൽ കടക്കാൻ പറ്റുകയില്ല. അവസാന പ്രവാചകനാണ്, അവസാന ഉമ്മത്താണ് ഈ സാധുക്കളായ നമ്മൾ. പക്ഷേ സ്വർഗത്തിൽ ആദ്യം സീറ്റ് പിടിക്കുന്നത് ഈ ഉമ്മത്താണെന്ന് ഹബീബായ തങ്ങളോട് മരണവേളയിൽ പറയുന്നു. ഇതൊക്കെ കേട്ട് ആ സന്തോഷങ്ങളൊക്കെ കിട്ടിയിട്ടാണ് തങ്ങൾ റൂഹ് പിടിക്കാൻ അസ്റായീൽ അലൈഹിസ്സലാമിന് സമ്മതം കൊടുക്കുന്നത്. ആ തങ്ങളെക്കാളും വലിയ ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ മോമിനീങ്ങളെ? അതല്ലേ തങ്ങൾ വാശി പിടിച്ച് ചോദിച്ചത്. എന്റെ സ്വന്തം ഉമ്മാനോടും ഉപ്പാനോടും എന്റെ സ്വന്തം ജീവനോടുള്ളതിലേറെ സ്നേഹം എന്നോടാകണേ. ലോകത്തൊരു പടപ്പനും ധൈര്യം വരാത്ത വാക്കാണത്. അവകാശം ചോദിച്ചു വാങ്ങുകയാ. തങ്ങൾക്ക് അത്രയും അവകാശമുണ്ട് നമ്മുടെ സ്നേഹത്തിന്. ആ സ്നേഹമെന്ന് പറയുന്നത് വാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കല് മാത്രമല്ല, റമളാനായാൽ നോമ്പെടുക്കല് മാത്രമല്ല, സമ്പത്തുണ്ടെങ്കിൽ ഹജ്ജിന് പോകല് മാത്രമല്ല, സക്കാത്ത് കൊടുക്കല് മാത്രമല്ല. അങ്ങനെ റസൂല് പറഞ്ഞത് മുഴുവനും അംഗീകരിച്ചത് കൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം സ്നേഹമാവുകയില്ല. നമ്മുടെ നാട്ടിലെ വിദേഹത്തിന്റെ കക്ഷികളൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അനുസരണാണ്, ഒരിക്കലുമല്ല. പ്രകൃതി പോലും അത് അംഗീകരിക്കൂല. സ്നേഹം എന്ന് പറഞ്ഞാൽ അനുസരണല്ല. ആരാണ് പറഞ്ഞത്? അനുസരണം സ്നേഹമാകണമെന്നില്ല. സ്നേഹമുണ്ടായത് കൊണ്ട് സമ്പൂർണ്ണ അനുസരണം ഉണ്ടാകണമെന്നുമില്ല. അങ്ങനെയാണ് അത് രണ്ടും തമ്മിലുള്ള ബന്ധം. നമ്മുടെ നാട്ടിലെ വിദേഹത്തുകാർ വഹാബികൾ മൗദൂദികളൊക്കെ പറയുന്നത് എന്താണ്? റബീഉൽ അവ്വലായാൽ അങ്ങാടികളും സ്ഥാപനങ്ങളും വീടുകളും തോരണങ്ങളാൽ അലങ്കൃതമാവുകയും കുറെ ജാഥകളും മൗലിദുകളും പാടലും പറച്ചിലുമായി ഈ കാണിക്കുന്ന ആവേശമല്ല സ്നേഹമെന്ന് അവർ പ്രസംഗിക്കുന്നു. സത്യത്തിൽ അതാണ് സ്നേഹം. സ്നേഹമുള്ളവർക്കേ പാടാൻ സാധിക്കൂ. മനസ്സറിഞ്ഞ് സ്നേഹമുള്ളവനെ കുറിച്ച് പാടാൻ കഴിയൂ, അല്ലെ പാട്ടാവൂല. പാട്ട് പാടാൻ കഴിയൂല. സ്നേഹമുള്ളവർക്ക് മാത്രമേ പാടാൻ കഴിയൂ. നമ്മൾ പാടാൻ കാത്തിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ മാസം പ്രമാണിച്ച് നമ്മളൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചുരുങ്ങിയ വാക്കിലൂടെ സൂചിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. വിദേഹത്തിന്റെ കക്ഷികൾ പറയുന്നുണ്ട്, 5 നേരം വാങ്ക് കേട്ടാൽ മുന്നിലെ സ്വപ്പില് പോയി നിസ്കരിക്കുക, റമളാനായാൽ നോമ്പെടുക്കുക, ഈത്തികാഫിരിക്കുക, ഖുർആൻ ഓതുക. ഇത് മാത്രമാണ് സ്നേഹം. ഈ റബീഉൽ അവ്വൽ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ ഇതൊന്നും സ്നേഹമല്ല. അവർക്ക് സ്നേഹം എന്താണെന്നറിയില്ല. സ്നേഹം എന്താണെന്നറിയില്ല. പറഞ്ഞതനുസരിക്കലാണ് സ്നേഹമെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവർ മുഴുവനും പറഞ്ഞതനുസരിക്കാറുണ്ടോ? ഉസ്താദിനോട് സ്നേഹമില്ലാത്തവരാരാണ്? സ്വന്തം ഉമ്മാനോടും വാപ്പാനോടും സ്നേഹമില്ലാത്തവരാരാണ്? സ്വന്തം ഭാര്യയോട് സ്നേഹമില്ലാത്തവരാരാണ്? ഭർത്താവിനോട് സ്നേഹമില്ലാത്തവരാരാണ്? എന്തിനെല്ലാം നമ്മൾ സ്നേഹിക്കുന്നു? എന്റെ ഭാര്യനോട് എനിക്ക് സ്നേഹമില്ലടാ, എന്റെ ഭർത്താവിനോട് നിനക്ക് സ്നേഹമില്ലടി, എന്റെ ഉമ്മാനോട് എനിക്ക് ഒരിക്കലും സ്നേഹമില്ലടാ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൈസ ചൂടാവൂലേ? തീർച്ചയായും നമ്മളെ സ്നേഹം ഇങ്ങനെ ഓല പറയല്. എന്നിട്ട് എത്ര കാര്യങ്ങളിൽ നീ അനുസരിക്കാതെ പോകുന്നുണ്ട്? ഉമ്മ പറഞ്ഞത് അനുസരിക്കാത്ത എത്ര കാര്യങ്ങളുണ്ട്.
സ്നേഹം ഉണ്ടായതുകൊണ്ട് അനുസരണക്കേട് തീരെ കാണുകയില്ലെന്നത് ശരിയല്ല. അത് സ്നേഹം ഇല്ല എന്നതിന്റെ അടയാളവും അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ സ്നേഹം സമ്പൂർണമായാൽ അനുസരിക്കാതിരിക്കാൻ കഴിയൂല, അത് വേറെ വിഷയം. അതേപോലെ 5 നേരം നിസ്കാരത്തിന് വന്നതുകൊണ്ട്, റമദാനിൽ നോമ്പെടുത്തത് കൊണ്ട്, ഖുർആൻ ഖത്മ് തീർത്തത് കൊണ്ട്, പള്ളിയിൽ ഈത്തിക്കാഫിരുന്നത് കൊണ്ട് ഹബീബായ തങ്ങളോടുള്ള സ്നേഹമാണെന്ന് പറയാൻ ഒരിക്കലും പറ്റുകയില്ല. കാരണം നമ്മൾ അനുസരണം പോലീസുകാരെ അനുസരിക്കുന്നുണ്ട്. പോലീസുകാർ പറഞ്ഞതൊക്കെ നമ്മൾ കേൾക്കുമല്ലോ. പോലീസുകാരെ നമ്മൾ സ്നേഹിച്ചിട്ടാണോ? അത് പോലീസുകാരെ സ്നേഹിച്ചിട്ടാണോ നമ്മൾ പരിണോക്ക അനുസരിക്കണ്? അല്ല. അനുസരണം സ്നേഹമാകണമെന്നില്ല, പേടിച്ചിട്ടാണ്. അപ്പൊ നരകത്ത് വീണാളോ എന്ന് പേടിച്ചിട്ട് നിസ്കരിക്കല്, നരകത്ത് വീണാളോ എന്ന് പേടിച്ചിട്ട് നോൻപോലിക്കല്, അത് ഹബീബായ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി വരുന്നതല്ല. സ്നേഹം അത് പ്രകടിപ്പിക്കണം. പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് യാതൊരു ഫലവുമില്ല. ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, സ്നേഹം ഉള്ളിൽ മൂടി വെക്കാൻ പാടില്ല. അത് ചീഞ്ഞു നാറും, അത് വഴിഞ്ഞു ഒലിക്കണം. അതുമായി ബന്ധപ്പെട്ടതിനോട് മുഴുവനും ആ സ്നേഹം കാണിക്കണം. സ്നേഹം പിടിച്ചു വെക്കരുത്. പിടിച്ചു വെക്കുന്ന സ്നേഹം അത് അപകടകാരിയായി മാറും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു കുട്ടി വാപ്പാനോടോ ഉമ്മാനോടോ കൂടുതൽ സ്നേഹം കാണിക്കാം. വാപ്പയോ ഉമ്മയോ ആണ് മക്കൾക്ക് ഏറ്റവും പ്രധാനം. അധിക വീട്ടുകാർക്കുള്ള പരാതിയാണ്, ഉസ്താദേ എന്റെ മക്കളൊക്കെ ഓളൊപ്പാണ്. വാപ്പ പറയും എന്റെ മക്കളൊക്കെ ഉമ്മാനെ ഒരു പാട്ടിലാക്കി പിടിച്ച് ഓളും മക്കളും ഒരു സെറ്റാണ്. നമ്മൾ പറഞ്ഞ തീരെ കേൾക്കൂല, എമ്മക്ക് പെരിയിൽ ഒരു അംഗീകാരവും ഇല്ല. എത്ര പിതാക്കന്മാർക്ക് ആ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്താ? നിങ്ങൾ മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കാത്തതാണ് വിഷയം. അധിക വീടുകളിലും സ്നേഹം കൂടുതൽ പ്രകടിപ്പിക്കുന്നത് പെണ്ണുങ്ങളാണ്, ഉമ്മമാരാണ്. വാപ്പമാരാ പൗരുഷം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച്, ആണല്ലാതെയായി തീരുമോ എന്ന് പേടിച്ച്, ഒരു ഇല്ലാത്ത മസിൽ പവർ കാണിച്ച് അങ്ങനെ ചിരിക്കാനും സംസാരിക്കാനും കൊഞ്ചാനും കുഴയാനും അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാനും തീരെ സമയം കാണാത്ത രക്ഷിതാക്കൾ ഈ നിലയ്ക്ക് പരീക്ഷിക്കപ്പെടും. മക്കൾക്ക് ഏറ്റവും വലുത് ഉമ്മയായിരിക്കും. വാപ്പ വന്നാൽ കുട്ടികളുടെ ഒച്ചയും പുളിയും കേൾക്കാൻ പാടില്ല. കുട്ടികൾക്ക് വാപ്പാനെ കണ്ടുകൂടാ, കാണുമ്പോഴേക്ക് ഒളിച്ച് ഓടി ഒളിക്കുക. ഇങ്ങനെയുള്ള ഒരു കാട്ടാളനായ വാപ്പയായി മാറിയാൽ മനസ്സിൽ എന്തായാലും മക്കളോട് വാപ്പാക്ക് സ്നേഹം ഉണ്ടാവും എന്നുള്ള ഉറപ്പല്ലേ. നേരമ്പത്തി കൈക്കോട്ട് ചുറ്റി ഇറങ്ങണത് ആ കുട്ടികൾക്കും വേണ്ടിയല്ലേ, അവർക്ക് വേണ്ടിയല്ലേ ഈ അധ്വാനിക്കുന്നത് മുഴുവനും. പക്ഷേ അത് തുറന്നൊന്ന് പ്രകടിപ്പിക്കാൻ ചില വാപ്പമാർക്ക് കഴിയുന്നില്ല. അങ്ങനത്തെ വീടുകളിൽ മക്കൾ ഉമ്മയുടെ ആളുകളായി മാറുന്നു, വാപ്പ ഒരു സൈഡാക്കി മാറ്റുന്നു. ഇനി മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ അതാ കൂട്ടിപ്പിടിച്ച് പറയുന്നു, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ എനിക്ക് നിന്നോട് നല്ല സ്നേഹമാണ്. എന്താ? എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം കേട്ടോ, മൂടി വെക്കാൻ പാടില്ല. ഒരാളോട് സ്നേഹം കൽബിലുണ്ടോ അത് അദ്ദേഹത്തിനോട് തുറന്ന് പറയണം. ആ സ്നേഹം ജീവിതത്തിലുടനീളം പ്രകടിപ്പിക്കണം. അതാ സ്നേഹം എന്ന് പറഞ്ഞാൽ. സ്നേഹം എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കാൻ കഴിയണ സംഗതിയല്ല. നമുക്ക് നമ്മളെ മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ കുട്ടി ജനിച്ച ദിവസത്തോടെ നമുക്ക് സ്നേഹം ഉണ്ടാവൂലേ. ഇന്നതാ വലിയ വേഷനായി ബർത്ത്ഡേ ആഘോഷിക്കപ്പെടുന്നു. ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പറ്റിയ സംഗതിയല്ല. ഇസ്ലാമിൽ അത്ര പുണ്യമുള്ള ഒരു കാര്യമേ അല്ല. അതിപ്പോൾ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി ജനിച്ച ദിവസത്തോട് സ്നേഹം ഉണ്ടാവും. കുട്ടി ധരിക്കുന്ന വസ്ത്രം കാണുമ്പോ, കുഞ്ഞു ഉടുപ്പ് കാണുമ്പോ നല്ല സ്നേഹം തോന്നും. കുട്ടി ധരിക്കുന്ന ഷൂ കണ്ടാൽ അതിനോട് നമുക്ക് വലിയ സ്നേഹം തോന്നും. ആ കുട്ടിയോട് സ്നേഹമുണ്ടോ? ഇതിനെയെല്ലാം സ്നേഹിക്കും. സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ കര കവിഞ്ഞു ഒഴുകുന്ന ഒരു പുഴയാണ് സ്നേഹം. കെട്ടിക്കിടക്കാൻ പറ്റൂല സ്നേഹം. അജിദുൽ മലാമത ഫീ ഹവാകി ലദീദതൻ ഹുബ്ബൽ ലിദിക്രികി ഫൽയലുംനില്ലു അമോ. ഒരു സ്നേഹത്തിന്റെ കഥ നമ്മുടെ മുത്തഅല്ലിമീങ്ങളൊക്കെ ഓതുന്നത് കാണാം.
എടി, നിന്നോടുള്ള സ്നേഹത്തിൽ നാട്ടുകാർക്ക് ഭയങ്കര അസൂയുണ്ട്. ഒരു കാമുകൻ കാമുകിയോട് പറയാണ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നതിൽ നാട്ടുകാർക്ക് ഭയങ്കര അസൂയയാണ്. പുറത്തിറങ്ങിയാൽ നാലാള് കൂടിയോടത്തൊക്കെ ഇന്നിയും പറ്റിയാണ് ചർച്ച. എന്റെ കുറ്റം കേൾക്കൽ എന്നെ എനിക്ക് പണി, പക്ഷെ അത് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് സന്തോഷം കൂടുകയാണ്. അപ്പൊ എന്താ അത്? എന്റെ കുറ്റം കേൾക്കുമ്പോ നിങ്ങൾക്ക് തൃപ്തിയാക്കി. അതെ, ഓലൊക്കെ എന്റെ പേര് തൊള്ളോണ്ട് പറയണ്ടല്ലോ, ആ പേര് കേൾക്കുമ്പോഴൊരു ആനന്ദം. അതാ ഹബീബായ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സഹാബാക്കളെ സ്വഭാവം കാര്യങ്ങള് എല്ലാ ശബ്ദവും അടങ്ങും. മൗലിദിന്റെ സദസ്സിനൊക്കെ ഉള്ള ബഹുമാനങ്ങൾ അതാണ്. ഒരു ശബ്ദവും മൗലിദിന്റെ സദസ്സിൽ കേൾക്കാൻ പാടില്ല. അൽഹംദുലില്ലാ, നല്ല അച്ചടക്കമുള്ള മൗലിദാണ് ഇവിടെ നമ്മൾ കണ്ടത്. അതിൻ്റെ ഇടയിൽ എണീറ്റ് പോകലോ വന്ന് ഇരിക്കലോ തുപ്പാൻ പോകലോ വീടി വലിച്ചാൻ പോകലോ പരിപാടിയൊന്നുമില്ല. എല്ലാവരും വളരെ ഒതുങ്ങി, വളരെ അടങ്ങി, തലമറച്ച്, വളരെ പ്രൗഢിയോടെ, നല്ല ചിട്ടയോടെ, നല്ല അതപോടെ ഇരുന്ന് വൃത്തിയായി അത്രയും നീണ്ട മൗലിദിൽ ഒരു ചടപ്പും മുഷിപ്പും പ്രകടിപ്പിക്കാതെ സുന്ദരമായി കണ്ടതിൽ വല്ലാത്ത സന്തോഷമുണ്ട്. അല്ലാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പറഞ്ഞാൽ തീരാത്ത വിഷയമാണ് മോമിനീങ്ങളെ. 5 നേരം നിസ്കരിച്ചത് കൊണ്ട് മഹബത്താകണമെന്നില്ല, നോമ്പെടുത്തത് കൊണ്ട് മഹബത്താകണമെന്നില്ല. ഹബീബായ തങ്ങളോടുള്ള സ്നേഹം ഈ കാണുന്നതിലൊന്നും ഒതുങ്ങുന്നതല്ല. അനുസരണം സ്നേഹമാകണമെന്നില്ല. അതുകൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ വിശ്വാസി ലോകത്തിന്റെ മനസ്സിന്റെ വസന്തമാണ്. അഹിയാ റബീഉൽ ഖൽബി ശഹറുൽ മൗലിദി കുല്ലുൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. മനസ്സിന്റെ വസന്തത്തിന് പ്രത്യേക പുനർജീവിതം, പുനർജന്മം, പുനർജീവൻ നൽകുന്ന ഒരു കാലഘട്ടമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ. ഈമാനിന് തിളക്കം കൂട്ടുന്ന കാലമാണ്. ഹബീബായ തങ്ങളോട് മഹബത്ത് അധികരിപ്പിക്കുന്ന കാലമാണ്. സ്വലാത്ത് ഭരിപ്പിക്കണം, മൗലിദുകൾ അധികരിപ്പിക്കണം. ഹബീബായ തങ്ങളെ കുറിച്ച് നല്ലവണ്ണം പഠിക്കാൻ ഈ മാസം ഉപയോഗപ്പെടുത്തണം. കഴിവിന്റെ പരമാവധി സദസ്സുകൾ സംഘടിപ്പിക്കണം, സദസ്സുകളിൽ സംബന്ധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു കാര്യം പറയാനുള്ളത്, റബീഉൽ അവ്വൽ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? റബീഉൽ അവ്വൽ എന്ന് കേൾക്കുമ്പോഴേക്ക് പിരാന്ത് പിടിച്ചോണ ഒരു പാർട്ടിയുണ്ട് നമ്മളെ നാട്ടിൽ. ചോനെ ഇനി ആ കട്ടക്കാലം കാണണല്ലോ. എന്നിട്ട് ഓലും പറയണത് ഞങ്ങളാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത്. എങ്ങനെയുണ്ട്? ഹബീബായ തങ്ങളോട് യഥാർത്ഥ മഹബത്ത് ഞങ്ങൾക്കാണ്. പല ലക്ഷണം കാര്യങ്ങള് റബീഉൽ അവ്വൽ എന്ന് കേൾക്കുമ്പോഴേക്ക് അവർക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. റബീഉൽ അവ്വൽ ഓലെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പറഞ്ഞു നോക്കോണ്ടി, ആ മുഖത്തൊരു മ്ലാനത കാണാം. റബീഉൽ അവ്വലിന്റെ 12 എന്ന് കേൾക്കുമ്പോ ഒന്നും കൂടി കൂടും. റബീഉൽ അവ്വലിൽ ഈ അലങ്കാരങ്ങളും ഈ ആവേശങ്ങളും, കുരുന്ന് ഹൃദയങ്ങൾ ആവേശം കൊള്ളിച്ച് പാടുന്ന പാട്ടുകൾ കേൾക്കുമ്പോൾ അവരുടെ മുഖം കറുക്കും. എന്നിട്ടും അവർ പറയുന്നു ഞങ്ങളാണ് നബി തങ്ങളോട് കൂടുതൽ സ്നേഹമുള്ളവരെന്ന്. ഇത് വല്ലാത്തൊരു വിരോധാഭാസമാണ്. മുനാഫിഖീങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു കാലഘട്ടമാണ് റബീഉൽ അവ്വൽ എന്ന് പറയുന്നത്. ഹബീബായ തങ്ങളുടെ മദ്ഹ് കേൾക്കപ്പെട്ടാൽ മുനാഫിഖീങ്ങളുടെ സ്വഭാവം വല്ലൂർ ഊസഹും, അവർ മുഖം തിരിച്ചു പോകുന്ന പ്രവണതയാണ് ഹബീബായ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെയുള്ളത്. മുനാഫിഖീങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയൂല. ഇന്നത്തെ മുനാഫിഖീങ്ങളുടെ അപ്പടി പകർപ്പാണ് മുജാഹിദീങ്ങൾ, ജമാഅത്ത് എന്ന് പറയുന്ന സാധനങ്ങൾ. തബ്ലീഗ് ജമാഅത്ത് അടക്കമുള്ള പുത്തൻവാദികൾ, അവരാണ് ആ മുനാഫിഖീങ്ങളുടെ അപ്പടി പകർപ്പ്. എല്ലാ ലക്ഷണങ്ങളും അപ്പടി കോപ്പി അടിച്ച് നടക്കുന്ന വിഭാഗം. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ഈ റബീഉൽ അവ്വൽ വരുമ്പോ നമ്മൾ ഒരു തീരുമാനത്തിലെത്തണം. ഈ സദസ്സിൽ നിന്ന് തീരുമാനിക്കണം. ദൃഢമായ തീരുമാനമാകണം. പിന്നീട് പടച്ച റബ്ബിന് വിട്ടുകൊടുത്തോ, അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകും, അള്ളാഹു സഹായിക്കും. എന്താണ് തീരുമാനം? ഈ വരുന്ന റബീഉൽ അവ്വലിൽ ഒരൊറ്റ ദിവസവുമില്ലാതെ മൗലിദ് ഓതണം, മൗലിദിന്റെ മജ്ലിസിൽ പങ്കെടുക്കണം. ഒരു ദിവസവും അത് മുടങ്ങാൻ പാടില്ല. ചുരുങ്ങിയത് ഒരു സദസ്സ് ഒരു ദിവസം. പിന്നെ കൂടിയക്കോട്ടെ, എത്രയും കൂടിക്കോട്ടെ. ഒരു പള്ളിക്ക് ലോഹറിന്റെ ശേഷമാണ്, ഒരു പള്ളിക്ക് അസറിന്റെ ശേഷമാണ്, ഒരു പള്ളിക്ക് മഗ്‌രിബിന്റെ ശേഷമാണ്, ഒരു പള്ളിക്ക് സുബഹിന്റെ ശേഷമാണ്. ഒക്കെ കൂടിക്കോളി. മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കാത്ത ഒരു ദിവസവും, മൗലിദ് ഓതാത്ത ഒരൊറ്റ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഈ വരുന്ന റബീഉൽ അവ്വലിൽ ഉണ്ടാകരുത്. പ്രത്യേകം പറയാനുള്ളത്,
ഈ അടുത്ത കാലത്തായി വീടുകൾ ഈ ഒരു അനുഗ്രഹത്തിൽ നിന്നും തടയപ്പെട്ടതായി കാണപ്പെടുന്നുണ്ട്. മുൻഗാമികളൊന്നും അങ്ങനല്ല. റബീഉൽ അവ്വലായാൽ മൗലിദ് നടത്താനായിട്ട് അവർക്ക് നേർച്ചയാക്കിയ അല്ലെങ്കിൽ തങ്കരിച്ചു വെക്കണ അരി, അതല്ലെങ്കിൽ എന്തെങ്കിലും വല്ല ബർക്കത്തിന്റെ കാശ് എന്തിനാണ്? റബീഉൽ അവ്വലിൽ മൗലിദ് നടത്താൻ. അതിനുവേണ്ടി മാത്രം തങ്കരിച്ചു വെച്ചിരുന്ന കുറ്റികൾ പഴമക്കാരുടെ ജീവിതത്തിൽ കാണാമായിരുന്നു. റബീഉൽ അവ്വലായാൽ ഏത് വീട്ടിലും ഒരു ഉഗ്രൻ മൗലിദ് സംഘടിപ്പിക്കപ്പെടാറുണ്ടായിരുന്നു. അതിൽ നാട്ടിലെ പള്ളിയിലും സ്ഥാപനത്തിലുമുള്ള മുത്തഅല്ലിമീങ്ങളും ഉസ്താദുമാരുമാണ് നേതൃത്വം നൽകിയിരുന്നത്. ഒരു വീട്ടിലും ഒരു തറവാട്ടിലും റബീഉൽ അവ്വലിൽ ഉസ്താദുമാരെ വിളിച്ച് മുത്തഅല്ലിമീങ്ങളെ വിളിച്ച് ഒരു മൗലിദ് നടത്താത്ത ഒരു വീടും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് അതിലെല്ലാം നമുക്കൊരു പിശുക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരിക്കലും അതിന്റെ തിക്തഫലം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ മുസീബത്ത് നീങ്ങിയിട്ട് പെരന്റെ ഉള്ളിലേക്ക് വന്ന് കൂടിയിരിക്കുകയാണ്. ഏത് പെരന്റെ ഉള്ളിലാ മുസീബത്തില്ലാത്തത്? എന്താണ് മുസീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മുസീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈമാനുള്ളവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതിനാണ് മുസീബത്ത് എന്ന് പറയുക. വീട്ടിന്റെ ഉള്ളിൽ ഈമാനുള്ളവർക്ക് സമാധാനമുണ്ടോ? ഒരു സമാധാനവും ഈമാനുള്ളവർക്ക് ഒരു വീട്ടിന്റെ ഉള്ളിലുമില്ല. സുബ്ഹി നിസ്കരിക്കുന്നില്ല, ഹദ്ദാദ് ചൊല്ലുന്നില്ല, നല്ല വൃത്തിയോടെ ഇസ്ലാമിൽ കൂടുതൽ താല്പര്യം കാണിച്ച വേഷവിധാനങ്ങൾ മക്കളിലില്ല, സ്കൂൾ കുട്ടികളിലില്ല, മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. ഈമാനുള്ള മനസ്സിന് വേദനിപ്പിക്കുന്ന പ്രവണതകളല്ലാതെ വീടിന്റെ ഉള്ളിൽ കാണുന്നില്ല. ഗുരുതരമായ രോഗങ്ങൾ, ഇന്ന് വരെ കേൾക്കാത്ത രോഗങ്ങൾ, മരുന്നറിയാത്ത രോഗങ്ങൾ, വളരെ പേടിക്കപ്പെടേണ്ട രോഗങ്ങൾ അതാ കൂടിക്കൊണ്ടിരിക്കുന്നു. അവിടെ എവിടെയോ ഒരു ചെറിയ വേദന, ഡോക്ടറെ കാണിക്കുന്നു, കൂടെ ആരെങ്കിലും ഉണ്ടോ അന്വേഷിക്കുന്നു, ഉണ്ടെന്ന് പറയുന്നു, സ്വകാര്യ ചർച്ച നടക്കുന്നു, MRI സ്കാനിങ് അല്ലെങ്കിൽ CT സ്കാനിങ് ചെയ്യണമെന്ന് റിസൾട്ട് ലഭിക്കുന്നു. അതിന്റെ റിസൾട്ടിൽ അതാ ആ വീട്ടുകാരുടെ മുഴുവനും ചിരിയും ആഘോഷവും സന്തോഷവും എന്നേക്കും അവസാനിച്ചിരിക്കുന്നു. ട്യൂമറാണ്, ക്യാൻസറാണ്, 4ാം സ്റ്റേജാണ്, വളരെ ഗൗരവമുള്ള റിസൾട്ടുകളാണ്. റബ്ബേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാം കാക്കണേ അല്ലാ. വീടിന്റെ ഉള്ളിലൊക്കെ മുസീബത്താണ്. എന്താ മഹാന്മാര് പറയുന്നത്? നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. സ്ഥാപനങ്ങൾ വളരെ സജീവമാണ്, പള്ളികൾ സജീവമാണ്. എല്ലാ പള്ളിയിലും മൗലിദ് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്, എല്ലാ സ്ഥാപനങ്ങളിലും നടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ വീടുകൾ ഇങ്ങനെ പോരാ. ആണുങ്ങളൊക്കെ ഈ സ്ഥാപനങ്ങളിലും മറ്റും നടക്കുന്ന മജ്‌ലിസുകളിൽ പങ്കെടുക്കട്ടെ. ഒരു ആണിനെയും അതിൽ പങ്കെടുപ്പിക്കാതിരിക്കരുത്. അതിനു പുറമെ അവരെ കൂട്ടിയിട്ടോ കൂട്ടാതെയോ എല്ലാ വീടുകളിലും ഒരു ദിവസവും മുടങ്ങാതെ ഈ വരുന്ന റബീഉൽ അവ്വലിൽ മൗലിദ് നടത്തണമെന്ന് മനസ്സുകൊണ്ട് ദൃഢമായ തീരുമാനമെടുത്തോ. അത് നമ്മുടെ വിജയത്തിന്റെ തുടക്കമായിരിക്കും. വീട്ടിൽ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾക്ക് പരിഹാരമായിരിക്കും. എല്ലാ കുട്ടികളുടെ വിജയത്തിനും നല്ല തിളക്കമുള്ള ഭാവിക്കും സന്തോഷത്തിന്റെയും സമാരംഭമായിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ വീടുകളിലും എന്നും മൗലിദ് ഓതണം, നിർബന്ധമായി മൗലിദ് ഓതണം. റബീഉൽ അവ്വലിൽ ഒരു ദിവസമെങ്കിലും ഒരു ഗ്രാൻഡ് സദസ്സ് സംഘടിപ്പിക്കണം. നാട്ടുകാരെല്ലാരും സാധിക്കുന്ന അയൽവാസികളെയൊക്കെ എന്നെ അറിയിച്ച് നാട്ടിലെ ഉസ്താദുമാരെയും മുത്തഅല്ലിമീങ്ങളെയും ഒന്ന് പങ്കെടുപ്പിച്ച്, അതെന്തെങ്കിലും ഭൗതിക ലക്ഷ്യങ്ങൾ ആഗ്രഹിച്ചല്ല സൂചിപ്പിക്കുന്നത്. നമ്മുടെ പൂർവീകരാൽ നമുക്ക് കൈമാറി കിട്ടിയ ഈ വലിയ വലിയ അനന്തര സ്വത്ത് അത് നമ്മൾ നമ്മുടെ വരുന്ന തലമുറക്കും കൈമാറിയേ പറ്റൂ. നമ്മളെ മക്കൾ കാണണ്ടേ, നമ്മളെ വരുന്ന തലമുറക്ക് ഇത് അറിയണ്ടേ. നമ്മളെ വാപ്പാരും വല്യപ്പാരും ഞമ്മക്ക് കൈമാറി തന്ന അനന്തര സ്വത്താണ് അതൊക്കെ.
റബീഉൽ അവ്വല് ആ മാസത്തിൽ എപ്പോഴെങ്കിലും സൗകര്യം പോലെ ഉസ്താദുമാരോടൊക്കെ ചോദിച്ച് അവരുടെ സൗകര്യത്തിന് ഒരു ദിവസം അയൽവാസികളൊക്കെ കൂട്ടിയിട്ട് എന്താ വിഷയം, തങ്ങളുടെ മൗലിദ്. എത്രയാണ് അതിന്റെ ഫലങ്ങൾ കാണുന്നത്. മുമ്പ് കാലത്തൊക്കെ ഒരു മൗലിദ് സംഘടിപ്പിച്ചാൽ പെരിയില് ആ മൗലിദിന്റെ സദസ്സിൽ നടുവിൽ കുറച്ച് അരി കൊടുക്കും. ഒക്കെ കിതാബിലുള്ളതാണ്, ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്, മഹാന്മാര് സമർത്ഥിച്ചതാണ്. മൗലിദിന്റെ സദസ്സിൽ കുറച്ച് അരി, അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര, അല്ലെങ്കിൽ കുറച്ച് ശർക്കര, അല്ലെങ്കിൽ കുറച്ച് ഉപ്പ്, എന്തെങ്കിലും ഭക്ഷണത്തിൽ കൂട്ടുന്ന എന്തെങ്കിലും ഒരു സാധനം മൗലിദിന്റെ സദസ്സിൽ. ഞാൻ മുമ്പ് ഒരു സദസ്സിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോ അത് കിതാബിലുണ്ട്, മാ ഖുരിഅ മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ദറാഹിമ, അല്ലെങ്കിൽ കുറച്ച് പൈസ സദസ്സിന്റെ നടുവിൽ വെക്കുക. എന്നിട്ട് ഹബീബായ തങ്ങളുടെ മൗലിദ് ആരവത്തിൽ ഓതുക. എന്നിട്ട് ആ കാശ്, കുറച്ച് കാശ് അത് സൂക്ഷിക്കുക. ഇല്ല ബൂരിക ഫീഹാ, ആ സാധനത്തിൽ, ആ വീട്ടിൽ ബർക്കത്ത് ചെയ്യപ്പെടാതിരിക്കുകയില്ല. ഉപ്പ് വെച്ചിട്ട് ആ ഉപ്പ് എന്നും കുറേശ്ശെ ഉപയോഗിക്കുക. പഞ്ചസാര വെച്ചിട്ട് അത് ഉപയോഗിക്കുക ഭക്ഷണത്തിൽ. അരി വെച്ചിട്ട് അതിൽ നിന്ന് 2 മണി ബർക്കത്തിന് എന്നും ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതിൽ ബർക്കത്തുണ്ടാകാതിരിക്കൂല. ബർക്കത്തിന്റെ പ്രധാന വിഷയം എന്താ അറിയോ? രോഗശമനാണ്. അതാണ് ഈ നേർച്ച ചോറ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത. ഒരു സദസ്സുണ്ടായാൽ മൗലിദ് ഓതിയിട്ടേ ഭക്ഷണം വിളമ്പാൻ പാടുള്ളൂ. മൗലിദ് ഓതി കഴിഞ്ഞിട്ട് വിളമ്പിയാൽ മതി അറിയും ഉസ്താദുമാര്. അതിന്റെ ഇടയിൽ തിരക്കുള്ളവർക്ക് അങ്ങനെ തിരക്ക് പറ്റൂല. നേരത്തെ മൗലൂദ് ഓതുക, നേരത്തെ പോകണമെന്ന് പൂതിയുള്ളവരുണ്ടെങ്കിൽ നേരത്തെ മൗലൂദ് ഓതുക. മൗലൂദ് ഓതി ദ്വേർന്നിട്ടേ ഭക്ഷണം വിളമ്പാൻ പാടുള്ളൂ. കാരണം ആ ഭക്ഷണത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. മൗലിദ് ഓതിയിട്ട് കൊടുക്കുന്ന ഭക്ഷണം ഔഷധ വീര്യമുള്ളതാണ്, ഏത് രോഗത്തിനും ശമനമാണെന്ന് മഹാന്മാര് സമർത്ഥിച്ചത് കാണാം. നമ്മുടെ വീടുകളിൽ എന്തേ ഇതെല്ലാം മാറ്റി നിർത്തപ്പെട്ടത്? അതിന്റെയൊക്കെ ഫലം നമ്മൾ അനുഭവിക്കുകയാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ നിർത്തുകയാണ് മോമിനീങ്ങളെ. ഈ സദസ്സിൽ പങ്കെടുത്തവർ, പങ്കെടുക്കാതെ സാധിക്കാതിരിക്കുന്ന ും ഈ സന്ദേശം ഒന്ന് കൈമാറി കെട്ടിച്ചയച്ച മക്കളോട് പറയണം, എല്ലാ ബന്ധങ്ങളോടും പറയണം, ഈ കൊല്ലത്തെ റബീഉൽ അവ്വലിൽ ഒന്ന് മൗലിദിന്റെ സദസ്സ് സജീവമാക്കണേ. ഒരു ദിവസമെങ്കിലും വിപുലമായ ഒരു സദസ്സ്, കടം വാങ്ങിയിട്ടല്ല, ആധാരം പണയം വെച്ചിട്ടല്ല, അല്ലെങ്കിൽ മറ്റു വേദനയല്ല, സാധിക്കുന്നവര് സാധിക്കുന്നതിന്റെ തോതനുസരിച്ച് മറ്റുള്ളവരെ ക്ഷണിച്ചൊരു സദസ്സ് നിർബന്ധ ബുദ്ധിയ ഉണ്ടാക്കണം. അത് മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ അതിനുള്ള വകയും സാധ്യതകളും സൗകര്യങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എളുപ്പമാക്കി തരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ മോമിനീങ്ങളെ, മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നു, ഞാൻ നിർത്തുകയാണ്. മറ്റൊന്ന്, ഇന്ന് വളർന്നു വരുന്ന തലമുറയെ കുറിച്ച് ആർക്കാണ് അങ്കലാപ്പില്ലാത്തത്? ഏതുമ്മാക്കുപ്പാക്കുമാണ് ഇന്നത്തെ തലമുറയെ കുറിച്ച് ബേജാറില്ലാത്തത്? ഈ +2-ലും അതിന്റെ അപ്പുറമൊക്കെ പഠിക്കണ കുട്ടികളെ കുറിച്ച് 100% വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ഉമ്മപ്പേ എന്റെ സദസ്സിലുണ്ടെങ്കിൽ വെല്ലുവിളിയുടെ സ്വരത്തിൽ ചോദിക്കാൻ പറ്റും, ആ ഉസ്താദ് എന്റെ മകന്റെ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല. ആർക്കെങ്കിലും പറയാൻ കഴിയോ? എന്നാൽ പറയാം. ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് നിങ്ങൾക്ക് ആ കുട്ടിയുടെ ഖൽബിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കണമെങ്കിൽ അതിന്റെ അഭാവമാണ് ഇന്ന് നമ്മളെ മക്കള് മുഴുവനും പഴച്ചു പോകാൻ കാരണം. അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് നൽകേണ്ട പഠനങ്ങളിൽ ഏറ്റവും മുന്തിയത്, ഏറ്റവും ആദ്യം നിർബന്ധമാകുന്നത് ശ്രദ്ധിക്കണം, അവർക്ക് നബി തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കലാണ്. അള്ളാഹിനെ പറ്റിയല്ല. ഒരു കുട്ടി ജനിച്ച ആദ്യം അല്ലല്ലാ എന്ന് പറഞ്ഞാലല്ല പഠിപ്പിക്കുന്നത്, ഹബീബായ തങ്ങളെ കുറിച്ചാണ് പഠിപ്പിക്കേണ്ടത്. തങ്ങളുടെ പേര്, നാട്, വഫാത്തായി കിടക്കുന്നത്, അവിടുത്തെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മഹത്വങ്ങളാണ് ഒരു കുട്ടിക്ക് ആദ്യമായി പഠിപ്പിക്കേണ്ടത്. വാപ്പാക്കും ഉമ്മാക്കും നിർബന്ധമാകുന്നത് അതാണ്. അതാ ഫത്ഹുൽ മീൻ അടക്കമുള്ള ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കൾക്ക് നമ്മുടെ നേതാവായ തങ്ങളെ കുറിച്ച് എത്രമാത്രം വിവരമുണ്ട് ഒന്ന്
അന്വേഷിച്ചു നോക്കൂ. ഇന്ന് പേപ്പറുകൾ തുറന്നാൽ, വാട്സപ്പ് തുറന്നാൽ അവരുടെ ഏതൊക്കെയോ കോമാളികളെ കുറിച്ചാണ് അവർ കാണുന്നത്, അവർ പഠിക്കുന്നത്, അവർ പരിചയപ്പെടുന്നത്, അതുവഴി അവർ സ്നേഹിക്കുന്നത്, അതുവഴി അവർ അനുകരിക്കുന്നത് എല്ലാം ഏതോ കോമാളികളെയാണ്. എന്തേ കാരണം? പഠനം കൂടുന്തോറും സ്നേഹം കൂടും, സ്നേഹം കൂടിയാൽ അനുകരണം കൂടും. നമ്മുടെ മക്കളെല്ലാം പഠനം വഴിമാറിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലിരിക്കുന്ന ഞാനും നിങ്ങളും ഹബീബായ തങ്ങളെ കുറിച്ച് ഏതെങ്കിലും ഒരു ചെറിയ പുസ്തകമെങ്കിലും വായിച്ചു തീർത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ലോകത്ത് തങ്ങളെ കുറിച്ച് മാത്രമാണ് ഇത്രയധികം രചനകളുള്ളത്. തങ്ങളെ കുറിച്ച് എഴുതപ്പെട്ടതുപോലെ ലോകത്ത് ഒരു വ്യക്തിയെ കുറിച്ചും ഒരു ഭാഷയിലും രചനകൾ നടന്നിട്ടില്ല. ഇപ്പോഴും തങ്ങളെ കുറിച്ച് എഴുത്ത് നടക്കുകയാണ്. ഏത് ഭാഷയിലായി? എഴുത്തുള്ള എല്ലാ ഭാഷയിലും തങ്ങളെ കുറിച്ച് ഗ്രന്ഥങ്ങളുണ്ട്. ഇത്രയധികം രചനകളുള്ള ഒരു പടപ്പ് ലോക ചരിത്രം കണ്ടിട്ടില്ല. എന്നിട്ട് നമ്മൾ ഒരു പുസ്തകമെങ്കിലും, സ്നേഹമുള്ള ഞാനും നിങ്ങളും ഒരു പുസ്തകമെങ്കിലും ആ ജീവിതം ഒന്ന് പഠിക്കാൻ, ഒന്ന് അടുത്തറിയാൻ, ഒന്ന് പരിചയപ്പെടാൻ, അതുവഴി കൽബിൽ ആ സ്നേഹമൊന്ന് രൂഢമൂലമാകാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഈ റബീഉൽ അവ്വൽ പ്രമാണിച്ച് നമ്മൾ തീരുമാനിക്കുകയാണ്. നല്ല സുന്നി ഉസ്താദുമാരെഴുതിയ, നല്ല ഫറൂഖ് നഈമി ഉസ്താദിനെ പോലെയുള്ള നല്ല നല്ല മഹബത്ത് പഠിപ്പിക്കുന്ന ഗ്രന്ഥം എത്ര ചെറുതാണെങ്കിലും ഒന്ന് വായിച്ചു തീർക്കണം, ഒന്ന് പഠിക്കണം എന്ന തീരുമാനം ഈ സദസ്സിൽ വെച്ചെടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ മക്കളെ കൊണ്ടൊന്ന് വായിപ്പിക്കണം. മൗലിദ് അമ്മയും ബാപ്പയും കുട്ടികളൊക്കെ ഒന്ന് കൂടിയിട്ട് ഓഫീസ് റൂമിലോ സൗകര്യങ്ങളോട് തീർന്നിട്ട് ബാപ്പാന്റെ നേതൃത്വത്തിലോ ഉമ്മാന്റെ നേതൃത്വത്തിലോ വായന അറിയണോലെ നേതൃത്വത്തിൽ നല്ല ഒരു പുസ്തകത്തിന്റെ വായന 2 പേജ് എന്നും വായിക്കാം. എന്നിട്ട് കുട്ടികളൊന്ന് അറിയട്ടെ ആരാണിത്. തന്നാലെ സ്നേഹം വരും. ഇന്ന് കുട്ടികളൊക്കെ സ്നേഹം വഴിമാറിയിട്ടുണ്ട്. ഓലെ ഫാൻറ്റും ഓലെ ഉടുപടിയും അവരുടെ തലിയും ഓലെ മുടി മോലെ മീശയും മോന്തിയും ചേലും എല്ലാം പടച്ച റബ്ബേ, ഇസ്ലാമിന് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത റൂട്ടിലേക്ക്, കടുത്ത ശത്രുക്കളായ ജൂതന്മാരുടെ രൂപങ്ങളിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിനും കാരണം ആരെയും പറയണ്ട, ഇതിനെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കുന്ന രക്ഷിതാക്കളാണ്, മാതാപിതാക്കളാണ്. ഒരു സംശയവുമില്ല. കാരണം സ്നേഹം തന്നെ വെറുതെ ഉണ്ടാവൂല. സ്നേഹം ഉണ്ടാകണമെങ്കിൽ ആളെ കുറിച്ച് പഠിക്കണം, പരിചയപ്പെടണം. പരിചയം കൂടുന്തോറും സ്നേഹം കൂടും. അങ്ങനല്ലേ? ഈ റോട്ടുമ്മക്കൂടി ഏതോ ഒരു കാക്ക ഇങ്ങനെ നടന്നു പോയാൽ അയാളെ സ്നേഹിക്കാൻ നമുക്ക് അയ്യോ, അയാൾ ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് പോട്ടെ. എന്നിട്ട് എവിടെ നിങ്ങളെ പേരെന്താ, നാടേതാ, വിവരങ്ങൾ അന്വേഷിക്ക്. ആദ്യമായി ഒരു ചെറിയ പരിചയം, മനസ്സിൽ ചെറിയ ഒരു മൊട്ട് മുളക്കും. പരിചയത്തും വന്നതൊക്കെ പിന്നീട് വീണ്ടും വീണ്ടും കണ്ടാൽ, വീണ്ടും വീണ്ടും അടുത്തറിഞ്ഞാൽ, വീണ്ടും വീണ്ടും പഠിച്ചാൽ, പഠനം കൂടിയാൽ സ്നേഹം ഇങ്ങനെ കൂടും. അറിയാത്ത ആളെങ്ങനെ സ്നേഹിക്കല്? ഇതല്ലേ ഇപ്പത്തെ ഈ കോമാളിമാരൊക്കെ നമ്മളെ മക്കൾ സ്നേഹിക്കാൻ കാരണം എന്താ? ഓല് മൊബൈല് തുറന്നാതാ കാണുന്നത്. പേപ്പർ എടുത്താൽ ഒരുപാട് ഭാഗപ്പാ കളിക്കുന്ന മാശക്കുമാണ്. നൊലൊളിച്ചാണോ ചിരിച്ചാണോ എന്നൊന്നും അറിയില്ല. ഓരോ ചങ്ങായിമാർ ഇങ്ങനെ തൊള്ളൊന്ന് നിൽക്കണ കണ്ടാൽ ഇങ്ങനെ കാട്ടിയിട്ടുണ്ടാവും, തൊള്ള ഇങ്ങനെ തുറന്നിട്ട്. അങ്ങനെ ഒരു ചിരി തന്നെ ഇസ്ലാമിലില്ല. അണ്ണാക്ക് കാണുന്ന ചിരി മുസ്ലിമീങ്ങൾക്ക് ഇല്ല തന്നെ. അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തീരെ ചിരിച്ചിട്ടില്ല. ചിരിച്ചിട്ടുണ്ട് അണപ്പല്ല് കാണുന്ന ചിരി എണ്ണപ്പെടുന്ന സമയങ്ങളിൽ. ഇത് നമ്മളെ ചെറുപ്പക്കാരൊക്കെ ചിരിന്റെ കോലം കാണണം. ഒരു ചിരിച്ചു തന്നെ പണി, കോമഡി കാണുക, ചിരിച്ച തന്നെ. ലൗ തഅലമൂന മാ അലിംതു മാ അലം ലളഹിക്തും ഖലീലൻ വലബകൈതും കസീറാ. ഹബീബായ തങ്ങൾ പറയുന്നു, എനിക്കറിയുന്നതെങ്ങാനും നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചിരിക്കാൻ കഴിയൂല. ചിരിക്കും, കുറഞ്ഞ ചിരി. കൂടുതൽ കരയാനാണ് സമയം കാണുക. ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. നമുക്ക് ചിരിക്കണം, ചിരിക്കണം, ചിരിക്കണം. ചിരിച്ചു കുഴങ്ങുമ്പോ പിന്നെയും ചിരിക്കണം, പിന്നെയും ചിരിക്കണം. ചിരിയുടെ ഒരു ലോകം, കളിയുടെയും തമാശയുടെയും ലോകം. ഞാൻ പറയട്ടെ, പേപ്പർ തുറന്നാൽ ഈ തരത്തിലുള്ള ഏതോ കളിക്കാരും കോമാളികളെയും കാണുന്നു. അവരെ കുറിച്ച് നമ്മളെ മക്കളോടൊന്ന് ചോദിച്ചു നോക്കി. ഓന്റെ പെരെവിടെയാണെന്നും, ഓൻ എത്ര പെണ്ണെട്ടിക്കണമെന്നും, ഓൻ എത്ര കുട്ടികളുണ്ടെന്നും, ഓന്റെ സമ്പത്തിന്റെ അളവും ഓൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എല്ലാം പറഞ്ഞു. ആ മനുഷ്യനോട് ചോദിച്ചു നോക്കി, ഓന് 10-15 വയസ്സായിക്കണ്. ഓനോടൊന്ന് ചോദിച്ചു നോക്കി, ഹബീബായ തങ്ങളെ കുറിച്ച് എനിക്ക് എത്ര പറയാൻ കഴിയുമെന്ന്. എന്താ പറയാ? മക്കയിലാണ് ജനിച്ചത്,
മരണപ്പെട്ടു മദീനത്ത്. ആമിന ബീവി പൊന്നുമ്മ കഴിഞ്ഞു, അവന്റെ വിവരം കഴിഞ്ഞു. ആരെക്കുറിച്ച്? ലോകത്തിന്റെ നേതാവായ അവന്റെ സ്വന്തത്തെക്കാളും സ്നേഹിക്കപ്പെടേണ്ട ഹബീബായ തങ്ങളെ കുറിച്ച് നമ്മളെ മക്കളെ കയ്യിലുള്ള വിവരം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഒന്ന് അന്വേഷിച്ചു നോക്കൂ. അവന്റെ കയ്യിലുള്ള വിവരം മുഴുവനും കുറെ തമ്മാടികളെ കുറിച്ചാണ്. പിന്നെ ഓലോട് ഓന് സ്നേഹം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹം വരും പഠനത്തിനനുസരിച്ച്, പരിചയത്തിനനുസരിച്ച്. ഹബീബായ തങ്ങളെ കൂടുതൽ അടുത്തറിയാൻ, കൂടുതൽ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കാൻ നല്ല പുസ്തകങ്ങൾ ഉപയോഗിക്കണം. ഉസ്താദുമാരുടെ സീഡിപ്പല്ല, നമ്മളെ അതിന്റെ പ്രസംഗങ്ങൾ നല്ലവണ്ണം ഉപയോഗപ്പെടുത്തണം. എല്ലാ ദിവസവും ഫാറൂഖ് നഈമി ഉസ്താദ്, പേരോട് ഉസ്താദ് അടക്കമുള്ള നല്ല മഹബത്ത് ഖൽബിൽ നിന്നും നിർഗളിക്കുന്ന, മനുഷ്യ മനസ്സുകളിലേക്ക് കൈമാറുന്ന അത്രയും അനുഗ്രഹീതരായ നല്ല നല്ല ഉസ്താദുമാർ, അവരുടെ പ്രഭാഷണം എല്ലാ ദിവസവും ഒരു അല്പനേരം എല്ലാവരും കൂടിയിട്ടൊന്ന് കേൾക്കാൻ തീരുമാനിക്കുക. എല്ലാ ദിവസവും ഒരു മൗലിദ് ഓതാൻ തീരുമാനിക്കുക. ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാ വീട്ടുകാരും നിർബന്ധ ബുദ്ധിയായി തീരുമാനമെടുക്കണം. എന്നിട്ട് നമ്മുടെ മക്കൾക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടാൻ അർഹത ഹബീബായ തങ്ങളാണെന്ന് അറിയണം. അവിടുത്തോടുള്ള സ്നേഹം മനസ്സിന്റെ ഉള്ളിൽ രൂഢമൂലമാകണം. അതുവഴി അവിടുത്തെ ചര്യകളും സുന്നത്തുകളും ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമ്മുടെ തലമുറക്ക് കഴിയണം. അതിനുള്ള സാഹചര്യങ്ങൾ രക്ഷിതാക്കളാൽ നിർമ്മിക്കപ്പെടണം, സംഘടിപ്പിക്കപ്പെടണമെന്ന് ഈ റബീഉൽ അവ്വലിനെ, വരുന്ന റബീഉൽ അവ്വൽ വെളിപ്പാടകലെ എത്തി നിൽക്കുന്ന സമയം ഹബീബായ തങ്ങളെ ഈ ഉമ്മത്തിൽ ഏറ്റവും മഹബത്ത് വെച്ച് അള്ളാഹുവിന്റെ ഇഷ്ടക്കനിയായി മാറിയ സിദ്ദീഖ് തങ്ങളെ മജ്‌ലിസിൽ വെച്ച് ഞാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്ഥാപനങ്ങളിലെ മക്കളൊക്കെ നല്ലവണ്ണം പഠിക്കുന്നുണ്ട്. ദർസിലെ മക്കൾ ഹബീബായ തങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അവർക്കത് പഠിക്കാൻ PCH ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാര് നല്ല സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഇതുമായൊന്നും ബന്ധമില്ലാതെ വെറും ഭൗതികന്മാരായി വഴിമാറി നടക്കുന്ന നമ്മുടെ മക്കൾ നമുക്ക് തലവേദനയായി മാറരുത്. നമ്മുടെ പരലോകത്ത് നമുക്ക് എതിരായി തീരരുത്. നല്ലവരായി വളരാൻ, വലയാതെ വളരാൻ നിങ്ങൾ വളരെ ഈ റബീഉൽ അവ്വൽ ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ആദ്യമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്തു നിർത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. സദസ്സിന്റെ ദുആഉം കാര്യങ്ങളും നടക്കാൻ പോവുകയാണ്. പാവപ്പെട്ട എനിക്ക്, എൻ്റെ കുടുംബത്തിന്, മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ ഈ സദസ്സിൽ ഇതിനെ സ്വന്തമായി മാറോടണച്ചു പിടിച്ച് നടക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. നമ്മൾക്ക് എല്ലാ മാസവും എത്താൻ പ്രയാസമാണ്. ഒരൊറ്റ മാസവും ഇത് മുടങ്ങാതെ ശ്രദ്ധിക്കുന്ന ഭാഗ്യവാന്മാരാണ് നിങ്ങളെല്ലാവരും. തീർച്ചയായും ഈ ബന്ധം വെറുതെയാവുകയില്ലെന്ന് വിശ്വസിച്ചവരാണ് നമ്മൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവരോടൊന്നിച്ച് ഹബീബായ തങ്ങളുടെ ചാരത്ത് സ്വർഗം ഉറപ്പിക്കുന്നതുവരെ, അവിടെ നമ്മുടെ കാലുറപ്പിക്കുന്നതുവരെ ഈ ബന്ധം എല്ലാ വിജയത്തിനും കാരണമായി അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.